രാജ്യത്തെ പ്രമുഖ അന്വേഷണ ഏജൻസിയായ NIA അഥവാ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കൈവരിക്കുന്ന 100% ശിക്ഷാ നിരക്കിന് പിന്നിലെ യഥാർത്ഥ വസ്തുതകളെക്കുറിച്ച് ദ വയർ ഇക്കഴിഞ്ഞ ദിവസം ഒരു അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. റിപ്പോർട്ടിൽ പ്രതിപാദിച്ചിരിക്കുന്ന അനുസരിച്ച് NIA വരിച്ച നേട്ടങ്ങൾ എന്ന് പറയപ്പെടുന്നതൊക്കെയും പൊള്ളയാണെന്ന് തെളിയിക്കുകയാണ്. ഭീകരവാദ കേസുകളിൽ NIA കൈവരിക്കുന്ന ഈ അസാധാരണമായ വിജയത്തിന് പിന്നിൽ നിയമപരമായ ചില പഴുതുകൾ കൃത്യമായി ഉപയോഗിക്കപ്പെടുന്നുണ്ടെന്നാണ് ദ വയർ നടത്തിയ അന്വേഷണം വ്യക്തമാക്കുന്നത്. 2024 കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ രാജ്യസഭയിൽ അവകാശപ്പെട്ടത് NIAയുടെ ശിക്ഷാ നിരക്ക് 100%ആണെന്നാണ്. എന്നാൽ ഇതിന്റെ കൃത്യമായ കണക്കുകൾ പരിശോധിക്കുമ്പോൾ മറിച്ചുള്ള ചിത്രമാണ് ലഭിക്കുന്നത്. 2009 മുതൽ 2025 സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ NIA രജിസ്റ്റർ ചെയ്തത് 633 കേസുകളാണ്. എന്നാൽ ഇതിൽ വെറും 133 എണ്ണത്തിൽ മാത്രമാണ് വിധി വന്നത്. അതായത് ഏജൻസി രൂപീകരിച്ച് 15 വർഷം കഴിഞ്ഞിട്ടും വെറും 20% കേസുകൾ മാത്രമാണ് തീർപ്പാക്കാൻ സാധിച്ചത്. വിധി വന്ന ഈ 133 കേസുകളിൽ തന്നെ കേവലം 79 എണ്ണത്തിൽ മാത്രമാണ് സാക്ഷി വിസ്താരവും കൃത്യമായ തെളിവ് ഹാജരാക്കലും ഉൾപ്പെടെയുള്ള പൂർണ്ണമായ വിചാരണ നടന്നത്. ബാക്കിയുള്ള 54 കേസുകളിൽ പ്രതികൾ തങ്ങൾ കുറ്റക്കാരാണെന്ന് സ്വയം സമ്മതിക്കുകയായിരുന്നു എന്നാണ് ദ വയർ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇങ്ങനെ കുറ്റം സംബന്ധിച്ച പ്രതികളിൽ 49 പേരും മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരാണെന്നും ഇവർ സാമ്പത്തികമായും സാമൂഹികമായും അങ്ങേയറ്റം പിന്നാക്കം നിൽക്കുന്നവരാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വിചാരണ നേരിടാൻ പ്രാപ്തിയില്ലാത്ത ഇവർ എങ്ങനെയാണ് കുറ്റം സമ്മതിക്കാൻ തയ്യാറാകുന്നത് എന്നതിനെക്കുറിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. UAPA നിയമപ്രകാരം 6 മുതൽ 8 വർഷം വരെ വിചാരണ പോലും തുടങ്ങാതെ ജയിലിൽ കഴിയേണ്ടി വരുമെന്ന് ഉറപ്പാകുമ്പോൾ ഗതികെട്ട പ്രതികൾ ശിക്ഷാ കാലാവധി കുറച്ചു കിട്ടാൻ വേണ്ടി കുറ്റം സമ്മതിക്കാൻ നിർബന്ധിതരാവുകയാണ്. വിചാരണ തുടങ്ങാൻ കാലതാമസം വരുത്തി പ്രതികളെ മാനസികമായി തളർത്തുന്ന രീതിയാണ് ഏജൻസി സ്വീകരിക്കുന്നത്. അന്വേഷണ രീതികളെക്കുറിച്ച് മുംബൈയിൽ നിന്നുള്ള ഒരു സാക്ഷിയുടെ മൊഴി റിപ്പോർട്ടിൽ ഉദ്ധരിക്കുന്നുണ്ട്. തനിക്ക് പരിചയമുള്ള ഒരാൾക്കെതിരെ മൊഴി നൽകാൻ വിസമ്മതിച്ചപ്പോൾ തന്റെ 1 വയസ്സുള്ള പെൺകുഞ്ഞിനെ നഗ്നയാക്കി ചൂടുള്ള കാർബോണറ്റിൽ ഇരുത്തി പീഡിപ്പിച്ചുവെന്നാണ് ഈ സാക്ഷി കോടതിയിൽ വെളിപ്പെടുത്തിയത്. കുടുംബത്തെ നശിപ്പിക്കുമെന്നും എൻകൗണ്ടറിൽ കൊലപ്പെടുത്തുമെന്നും ഭീഷണിപ്പെടുത്തിയാണ് പലരിൽ നിന്നും മൊഴികൾ വാങ്ങുന്നതെന്ന് ദ വയർ ആരോപിക്കുന്നു. ഇത്തരം സമ്മർദ്ദങ്ങൾ താങ്ങാനാവാതെ പല പ്രതികളും ആത്മഹത്യ പോലും ശ്രമിച്ച സംഭവങ്ങളുമുണ്ട്. മറ്റ് ഏജൻസികളായ CBIയോ EDയോ കേസുകൾ തെളിയിക്കാൻ കഷ്ടപ്പെടുമ്പോൾ NIA മാത്രം എങ്ങനെ ഇത്രയധികം ശിക്ഷാ നിരക്ക് കൈവരിക്കുന്നു എന്നതിന്റെ ഉത്തരം ഈ കുറ്റസമ്മത രീതികളിലാണെന്ന് ദ വയർ സമർത്ഥിക്കുന്നു. തെളിവുകൾ കോടതിയിൽ ശാസ്ത്രീയമായി തെളിയിക്കുന്നതിന് പകരം വിചാരണ അനന്തമായി നീട്ടിക്കൊണ്ടുപോയി പ്രതികളെ സമ്മർദ്ദത്തിലാക്കി ശിക്ഷ ഉറപ്പാക്കുന്ന രീതിയാണ് ഏജൻസി പിന്തുടരുന്നത്. ഇത്തരത്തിൽ കുറ്റം സമ്മതിക്കുന്നവരിൽ ഭൂരിഭാഗവും താഴെത്തട്ടിലുള്ള ദരിദ്ര വിഭാഗക്കാരാണെന്നതും ഗൗരവകരമായ നിരീക്ഷണമാണ്. ഭീകരവാദത്തെ നേരിടാൻ രൂപീകരിച്ച NIA വിചാരണ നടപടികൾ അട്ടിമറിച്ച് ശിക്ഷാ നിരക്ക് ഉയർത്താൻ ശ്രമിക്കുന്നത് നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണെന്നാണ് ദ വയർ റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തൽ. തെളിവുകൾ ഹാജരാക്കി കുറ്റം തെളിയിക്കുന്നതിന് പകരം കുറ്റസമ്മതത്തിലൂടെ ശിക്ഷ ഉറപ്പാക്കുന്ന ഈ രീതി ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെ തന്നെ പ്രതികൂട്ടിലാക്കുന്ന ഒന്നാണ്.